ചതിച്ചാണോ അതോ നിങ്ങൾ എല്ലാരും കൂടി എന്നെ ചതിക്കായിരുന്നോ? പറയടി. എന്തായാലും പറ. ഇപ്പോഴെങ്കിലും സത്യം പറഞ്ഞില്ലെങ്കിൽ ദൈവം പോലും നിനക്ക് മാപ്പ് തരില്ല. ഇതിലും ഭേദം എന്നെ കൂടെ കൊന്നുകൂടായിരുന്നു നിങ്ങൾക്ക്. മോളെ അച്ഛനല്ല, ചതിയനാ നിങ്ങൾ. എന്തായി? എല്ലാം ശരിയായിടാ. ഞാൻ മായ കണ്ടു. അവള് വരും. പുറകുവശത്തെ ഗേറ്റിനടുത്ത് മായ വരും. നീ അവിടെ കാത്തു നിൽക്കണം. ഞാൻ പുറത്തെ റോട്ടിൽ വണ്ടിയുമായി നിൽക്കാം. എന്താ നീ വേഗം പോയി വണ്ടി അറിയിച്ചു. പിന്നെ എന്റെ 2-3 ജോഡി ഡ്രസ് ഉണ്ട്, പുതിയതാ. നീ വരുമ്പോ അതും കൂടി എടുത്തേക്കണം. ഒന്നും വേഗം പോടാ. അല്ല, രാജാവെന്താ ഇങ്ങോട്ട്? വീരേന്ദ്ര, എന്നെ വിട്ടേക്ക് പ്ലീസ്. ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടോട്ടെ. നീ രക്ഷപ്പെടുന്നതിൽ എനിക്ക് സന്തോഷമല്ലേ ഉള്ളൂ. പക്ഷേ താക്കോൽ എവിടെ ഇരിക്കുന്നത് നിനക്കല്ലേ അറിയുള്ളൂ. ഓരോ വാതിലുകളും എങ്ങനെയാ തുറക്കുന്നത് നീയല്ലേ കണ്ടിട്ടുള്ളൂ. അപ്പൊ പിന്നെ നിന്റെ സഹായം കൂടാതെ ഞാൻ എങ്ങനെ കിരീടത്തിനടുത്തെത്തും? ഓ, എടുത്തു പണ്ടാറം. എന്റെ ചക്കരക്കുട്ടനല്ലേ, പ്രശ്നമൊന്നും ഉണ്ടാക്കാതെ എന്റെ കൂടെ പാടാ. അല്ല, വീരേന്ദ്രനല്ല ഞാനിവിടെ വന്നിട്ടില്ല. നിങ്ങൾ എന്നെ കണ്ടിട്ടില്ല, മനസ്സിലായില്ലേ? ഒച്ച വയ്ക്കരുത്. ഒന്നുകളെ ഞാൻ കേറിപ്പോ വീരേന്ദ്ര. നീ പോവല്ലേ? പോകും. എത്ര നേരം കാവലിരുന്നാലും എങ്ങനെയൊക്കെ തടഞ്ഞാലും ശരി, ഞാൻ പോകും. നീ പോയിക്കോ. പോകുന്നതിന് മുമ്പ് ഒരു കാഴ്ചയോടെ കണ്ടിട്ട് പോയിക്കോ. ഇത് കണ്ടോ, ഇത് വിഷ. കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും കൂടിയ വിഷം. ഇതൊന്ന് നാവിൽ തൊടേ വേണ്ടു. ആ നിമിഷം അച്ഛനെ കൊണ്ട് ശല്യം ഇല്ലാണ്ടാവും. ഒരു ശുഭകാര്യത്തിന് പോകുമ്പോ ശവം കണിയാവുന്നത് നല്ലതെന്നാ പറയാ. എന്റെ മോൾക്ക് കണിയാവുന്നത് അച്ഛന്റെ ശവം തന്നെ ആയിക്കോട്ടെ. മോള് പോയിക്കോ. ഞങ്ങളെ ഓർത്തൊന്നും വിഷമിക്കണ്ട. ഇനി ഒരിക്കലും നിന്നെ ശല്യപ്പെടുത്താൻ ഞങ്ങളും വരില്ല. നിനക്കറിയല്ലോ മോയെ, നാട് മുഴുവൻ കട ഇങ്ങനെയൊന്നുള്ളത് കൊണ്ടാണ് ആരും കഴുത്തിൽ പിടിക്കാത്തത്. ഇനി ഇത് നടക്കില്ലെന്നറിയുമ്പോ ഇപ്പൊ മാനം മാത്രമേ ബാക്കിയുള്ളൂ. അതുകൂടി വിറ്റിട്ട് ജീവിക്കാൻ അമ്മയെക്കൊണ്ട് കഴിയില്ല മോളെ. അതിലും ഭേദം അച്ഛനോടൊപ്പം ഞങ്ങളും. അമ്മേ, നീ പോയിക്കോളൂ. ആ മക്കളെ, അമ്മേ. വിശ്വസിക്കണം. എന്താ ഇനി ഞാൻ വിശ്വസിക്കേണ്ടത്? മകനാണെന്നും പറഞ്ഞ് ആദ്യം ഒരു കള്ളനെ കൊണ്ടുവരിക, പിന്നാലെ അമ്മ വരിക, പിന്നെ രഹസ്യമായി സ്വന്തം മകനെ വരുത്തുക, അമ്മയും മകനും തമ്മിൽ പിണക്കവും. എന്തിനായിരുന്നു ഈ നാടകമെന്ന് ഇവിടെ എല്ലാവർക്കും ബോധ്യായി. ഇനിയും ഞാൻ നിന്നെ വിശ്വസിക്കണോ പത്മിനി? ഇക്കാലം അത്രയും നീ തിരിച്ചു വരാൻ വേണ്ടി പ്രാർത്ഥിച്ചവനാ ഞാൻ. നിന്നെക്കുറിച്ചോർത്ത് ദുഃഖിക്കാത്ത ഒരു ദിവസം പോലും ഉണ്ടായിരുന്നില്ല. ഇപ്പോ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ഞാൻ വെറുക്കുന്നത് നിന്നെയാണ്. നിന്നെ.
ഇതോടെ എല്ലാം കഴിയുമെന്ന് എഴുതണ്ട, തുടങ്ങിയിട്ടേ ഉള്ളൂ. ഈ കൊട്ടാരത്തിനകത്ത് കയറി കളിച്ചാല് എന്താ ഉണ്ടാവുകയെന്ന് നിന്റെ തന്ത ശരിക്കും മനസ്സിലാക്കിയിട്ടുള്ളതാ. നീയും ഈ കള്ളനും ഇനി അനുഭവിക്കാനിരിക്കുന്നതേ ഉള്ളൂ. 19 ആൾ കൂടി രണ്ടുപേരെ തല്ലിച്ചതിന് വീമ്പ് പറയുന്നോടാ നായെ. ഒറ്റയ്ക്ക് വന്ന് നോക്കണ, നീയൊക്കെ കുടിച്ച മുലപ്പാല് വരെ ഞാൻ ഛർദ്ദിപ്പിക്കും. യുവമാരെ ഇവിടെ ഇട്ടാൽ എങ്ങനെ? പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കണം. പിന്നെ 4-5 കൊല്ലത്തേക്ക് ശല്യം ഉണ്ടാവില്ല. ഒരു നല്ല ചടങ്ങടക്കാൻ പോവല്ലേ, അതിനിടയിൽ പോലീസും കേസൊന്നും വേണ്ടാന്ന് തിരുമനസ് പറഞ്ഞിട്ടാ. പടിയേറ്റങ്ങട് കഴിഞ്ഞോട്ടെ, രണ്ടാളും ഭദ്രമായിട്ട് പോലീസിന്റെ കൈ പിടിച്ചെപ്പിക്കാട്ടാ. അതുപോലെ പണ്ട് ഇതിനകത്ത് യുദ്ധത്തടവുകളായി കിടന്ന രാജാക്കന്മാരുടെയും പടത്തലവന്മാരുടെയും ഒക്കെ ആത്മാക്കൾ കൂട്ടുന്നുണ്ടാവും. ഇതിനകത്ത് കിടന്ന് വെറുതെ ചിലക്കുന്ന എന്തിനാ? എല്ലാവരും നടന്നോളൂ. എനിക്ക് എന്താ ചെയ്യാൻ കഴിയും വൽപ്പിനി? വല്യമാമ കൂടി കൈയൊഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. നാളെ പടിയേറ്റ് നടന്നു കഴിഞ്ഞാൽ ഈ കൊട്ടാരത്തിന് അനന്തരാവകാശമല്ല കിട്ടുക. ഞാൻ അനുഭവിച്ച ദുരിതത്തിലും കുടിച്ച കണ്ണീരിനും ഒരു പിൻഗാമിയാണ് കിട്ടാൻ പോണത്. അതുകൊണ്ടാണ് ഞാനീ പറയണേ. വല്യമാമെങ്കിലും എന്നെ മനസ്സിലാക്കണം, ഞാൻ പറയണത് വിശ്വസിക്കണം. Say